കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ ശുപാർശ ചെയ്യുന്ന ജസ്റ്റിസ് ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ച വർഷങ്ങൾ കഴിഞ്ഞിട്ടും പരാമർശങ്ങൾ പുറത്തുവിടാത്തതിനെതിരെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും ശക്തമായ വിമർശനങ്ങളാണ് സർക്കാരിനെതിരെ ഉണ്ടാകുന്നത്. ന്യൂനപക്ഷ അവകാശങ്ങളിൽ ക്രൈസ്തവ വിഭാഗത്തിന് അവഗണന നേരിടുന്നുവെന്ന പരാതിയുടെയും പ്രതിഷേധത്തിന്റെയും അടിസ്ഥാനത്തിൽ 2020 ജസ്റ്റിസ് ജെ.ബി. കോശി കമ്മീഷനെ സർക്കാർ നിയോഗിച്ചു. കമ്മീഷൻ 2 വർഷം നീണ്ട പഠനങ്ങൾക്കൊടുവിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. പക്ഷേ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ പുറത്തുവിടാനോ നടപ്പാക്കാനോ വർഷങ്ങൾക്കിപ്പുറവും സർക്കാർ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണ് റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെക്കുന്നതെന്നതിൽ ഇനിയും വ്യക്തതയില്ല. 1 വർഷം മുമ്പ് റിപ്പോർട്ടിലെ ശുപാർശകൾ പഠിച്ച് സാധ്യതകൾ വിലയിരുത്താൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ 3-അംഗ സമിതിയെ സർക്കാർ നിയോഗിച്ചിരുന്നു. എന്നാൽ ഇതിന്റെ തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാത്തതിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയിൽ വിമർശനവും പ്രതിഷേധങ്ങളും ഉയർന്നു തുടങ്ങിയിരിക്കുകയാണ്. സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ കഴിഞ്ഞ ദിവസം സർക്കാരിനെതിരെ വലിയ വിമർശനം കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. മറ്റു പല കമ്മീഷൻ റിപ്പോർട്ടുകളും നടപ്പാക്കാൻ തിടുക്കം കാട്ടുന്ന സംസ്ഥാന സർക്കാർ ജസ്റ്റിസ് ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ലെന്നും വോട്ട് ബാങ്ക് അല്ല എന്നു കരുതി ക്രൈസ്തവരെ അവഗണിക്കുകയാണെങ്കിൽ കേരളത്തിലെ 17% ക്രൈസ്തവർ ഒന്നിച്ചു നിൽക്കുമെന്നും തോമസ് തറയിൽ മുന്നറിയിപ്പ് നൽകി. തെരഞ്ഞെടുപ്പുകളിലെ വാഗ്ദാനങ്ങൾ കണ്ട് മയങ്ങിപ്പോകുന്ന മണ്ടന്മാരൊന്നുമല്ല കേരളത്തിലെ നസ്രാണികൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ 10 വോട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് വാഗ്ദാനങ്ങൾ കിട്ടിയാൽ ഉടനെ അതിൽ മയങ്ങുന്ന ആൾക്കാരൊന്നുമല്ല, വിദ്യാഭ്യാസമുള്ള ആർജവത്വമുള്ള ഒരു സമുദായമാണ് തന്നെയാണ് ക്രൈസ്തവ സമുദായം. കേരളത്തിൽ ഇന്നും 17% നമ്മളുണ്ട്. നമ്മൾ തീരെ അവഗണിക്കാവുന്ന ഒരു സമൂഹമൊന്നുമല്ല. നമ്മൾ വോട്ട് ബാങ്ക് അല്ല എന്നൊക്കെ കരുതി നമ്മളെ അവഗണിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, ഈ 17% ഒരുമിച്ച് കൂടാൻ സാധിക്കും. ഞങ്ങൾ അത് സാധ്യമാക്കും എന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 36 പേജുകളിലായി 2 ഭാഗങ്ങളായാണ് കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരുന്നത്. ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ 500 നിർദ്ദേശങ്ങളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നു. കുട്ടനാട്ടിലെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും മലയോര മേഖലകളിലെ വന്യജീവി ആക്രമണം തടയുന്നതിനും ആവശ്യമായ ശുപാർശകൾ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നതായാണ് സൂചന. ജസ്റ്റിസ് ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന സിറോ മലബാർ സഭയുടെ ആവശ്യം മറ്റു ക്രൈസ്തവ സഭകളും ഏറ്റെടുക്കുമോ എന്നതാണ് അറിയേണ്ടത്. ന്യൂസ് മലയാളം, കോട്ടയം.